എന്റെ മോൻ മന്ദബുദ്ധിയല്ല. 1000 പ്രാവശ്യം എന്റെ മോനെ പെണ്ണുങ്ങൾ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട്. ഒരു കുട്ടിക്ക് ഒരു കുട്ടീന്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്തത്, ആരാണോ അടിച്ച ആ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു, പൊട്ടനും കിട്ടി മെട്ടനും കിട്ടി, അതിനാള് ഹാപ്പി. ഓക്കെ, ഇതാണല്ലേ നിങ്ങളുടെ അധ്യാപനം. ഈ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകരിൽ നിന്നും ഒരു മോശം അനുഭവമെങ്കിലും നേരിടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെ? എപ്പോഴും വിദ്യാർത്ഥികളെ കളിയാക്കുകയും അടിക്കുകയും ഫേവറിസം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അധ്യാപകനെങ്കിലും എല്ലാ സ്കൂളും ഉണ്ടാവും. ആ ഒരു അധ്യാപകൻ കാരണമായി തന്നെ ചെറിയ പ്രായത്തിൽ മെന്റൽ ട്രോമ അനുഭവിക്കുന്ന എത്രയോ കുട്ടികൾ ഉണ്ടാവും. ഞാനിതിപ്പോ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെലനോസ് പാട്ടക്ക് അവരുടെ ചേച്ചിയുടെ മകൻ പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നുള്ള അനുഭവം കേട്ടതുകൊണ്ടാണ്. LKG പഠിക്കുന്ന ഒരു കുട്ടിയെ അധ്യാപകൻ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമുക്കെന്തായാലും ഹെലനോസ് പാട്ടക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. നമ്മള് കുഞ്ഞിന്റെ ബെൽറ്റ് ഊരി കൊടുക്കാത്ത കഥയും, പിന്നെ അവൻ ഭയങ്കര സ്ലോ ആണ് എഴുതാൻ. അത് സ്ലോ ആണ്. അതിപ്പോ എല്ലാ കുട്ടികളും, ഞാൻ നേരത്തെ IAS എന്റെ മോൻ പഠിക്കുന്നത് pre-KG പഠിക്കുന്ന ഒരു മോനാണ്, UKG അല്ലെ പഠിക്കുന്ന, പഠിക്കുന്ന ഒരു മോനാണ്. അത് എന്റെ മോനെ ഞാൻ IAS കൊണ്ട് ചേർത്തതല്ല. ഇവിടെ സ്ലോ ആണ് എഴുതുന്നത്, പിന്നെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്റെ മോൻ മന്ദബുദ്ധിയല്ല. ഇപ്പൊ നിങ്ങൾ 1000 പ്രാവശ്യം എന്റെ മോനെ 1000 പ്രാവശ്യം എന്റെ മോനെ പെണ്ണുങ്ങൾ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട്. പ്രാവശ്യം ഞാൻ ഇതിന് മുന്നത്തെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ, ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ, പിന്നെ അതില് ചോക്ലേറ്റിന്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നേ ഉണ്ടായതാണ്. ഇവർ കുട്ടിയുടെ മുന്നിൽ തുറന്നിട്ട് ഇവർ പറയുന്ന റീസൺ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തെന്നാണ് ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അവൻ കുഞ്ഞാണ്. ഇപ്പൊ ഞാനാണ് അവന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ എന്റെ ടിഫിൻ ബോക്സ് ടീച്ചർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും. കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പൊ ടീച്ചർ സംസാരിക്കുന്നുണ്ട്, ടിഫിൻ ബോക്സ് പരസ്പരം കാണിക്കുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ് ആയിട്ടും ആ ചക്കൻ എന്താ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിഫിൻ ബോക്സിന് ക്ലീൻ ഇല്ലാത്തത് കൊണ്ടാണോ പറഞ്ഞത്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല, നിങ്ങൾ നീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി സ്കൂളിലേക്ക് പോകില്ല എന്നൊക്കെ വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് അമ്പുടു എന്ന് പറയുന്ന LKG പഠിക്കുന്ന ഈ കുട്ടി, അതായത് ഹെലന്റെ ചേച്ചിയുടെ കുട്ടി. അപ്പൊ അമ്പുടുവിന്റെ ടിഫിൻ ബോക്സിൽ അവിടുത്തെ ടീച്ചർമാർ എന്തോ ചോക്ലേറ്റ് ക്രീമോ മറ്റോ കണ്ടെത്തി. ടീച്ചർമാർ എല്ലാ കുട്ടികളുടെയും ടിഫിൻ ബോക്സ് ഒക്കെ പരിശോധിക്കുമോ ആവോ എനിക്കറിയില്ല. എന്തായാലും ടിഫിൻ ബോക്സ് ക്ലീൻ അല്ല എന്നിവർ അമ്പുടിനോട് പറഞ്ഞു. ടീച്ചർമാർ ടിഫിൻ ബോക്സ് പരിശോധിച്ച് എന്തൊക്കെയോ പറയുന്നത് കണ്ടപ്പോൾ ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. ഈ ടിഫിൻ ബോക്സ് ക്ലീൻ അല്ല പോലത്തെ സംഭവങ്ങളൊക്കെ മറ്റുള്ള കുട്ടികൾ അറിയുമ്പോൾ, പ്രത്യേകിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളൊക്കെ അറിയുമ്പോൾ, ആ പ്രായത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാണക്കേട് തന്നെയാണല്ലോ. അമ്പൂട് ആകെ മാനസിക വിഷമത്തിലായി. ഈ കുട്ടി നേരെ വീട്ടിൽ വന്നിട്ട് ടിഫിൻ ബോക്സ് ക്ലീൻ അല്ല എന്ന് ടീച്ചർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി സ്കൂളിലേക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല എന്ന് അമ്മയോട് അങ്ങ് പറഞ്ഞു. LKG പഠിക്കുന്ന കുട്ടിയാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിയോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മമാരെ വിളിച്ച് പറയുകയില്ലായിരുന്നു വേണ്ടിയിരുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഈ സ്കൂളിലെ ടീച്ചർമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. LKG കുട്ടികളാണെന്നുള്ള പരിഗണന പോലും ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കി കേട്ടോ. വേറൊരു രസകരമായ ഒരു അനുഭവം പങ്കുവെച്ച ഒരു പാരന്റ് ഉണ്ട്, മിസ്റ്റിക്കൽ റോസിൽ. ഭയങ്കര, അത് എനിക്കൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു കുട്ടീന്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ്. ഓക്കെ, ചെകിട്ടത്തൊരു അടി കിട്ടുമ്പോൾ അധ്യാപനത്തിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ ഫനീറ്റ മാമിനോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അടി കിട്ടിയപ്പോ ഈ കുട്ടി മാമിനോട് പോയി പറയുന്നു, എന്നെ ഇവൻ ഇങ്ങനെ ചെകിട്ടത്ത് അടിച്ചു. ക്ലാസ് ടീച്ചർ കണ്ടു. അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്തത്, നല്ലൊരു അധ്യാപകൻ, അല്ലെങ്കിൽ നമ്മളും പിന്നെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്, നമുക്ക് ഒരുപാട് അധ്യാപകന്മാർ പഠിപ്പിച്ച ആൾക്കാരാണ്. അവരെന്താ ചെയ്യുക ചെയ്ത് തെറ്റാണ്, ഇന്നത് ആവർത്തിക്കരുത്, അങ്ങനെ മാപ്പ് പറയിപ്പിച്ച് ആവർത്തിക്കരുത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാവും. പക്ഷെ മിസ്റ്റിക്കൽ റോസ് അങ്ങനെയല്ല. 20 വർഷത്തെ പിന്നെ പഠന പാരമ്പര്യമുള്ള മിസ്റ്റിക്കൽ റോസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാണോ അടിച്ച ആ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു. അപ്പൊ ഞാൻ നിമ്മേച്ചിനാണ് അടിച്ചെന്നുണ്ടെങ്കിൽ നിമ്മേച്ചിനെ കൊണ്ട് എന്നെ ഒരൊറ്റ അടി. അപ്പൊ എന്ത് പറഞ്ഞു, പൊട്ടനും കിട്ടി മെട്ടനും കിട്ടി, അതിനാള് ഹാപ്പി. ഓക്കെ, ഇതാണല്ലേ നിങ്ങളുടെ അധ്യാപനം. അല്ല, ആ വോയിസ് ഉണ്ട്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒന്നും കൊണ്ട് പേടിക്കണ്ട ഫനീറ്റ മാം, എല്ലാം നമ്മളെ കയ്യിലുണ്ട്. അപ്പോ ചൈൽഡ് ലൈൻ നിങ്ങൾക്ക് ഇതും കൂടി നിങ്ങളോട് ഞാൻ പറയാണ്, കുട്ടികളെ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. നല്ല ബെസ്റ്റ് ടീച്ചർമാർ തന്നെ. കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് പകരം അടി കൊണ്ട് കുട്ടിയെ കൊണ്ട് അടിച്ച കുട്ടിയെ തിരിച്ചടിപ്പിക്കുന്നു. നല്ല ഒന്നാന്തരം സൈക്കോകളാണല്ലോ അവിടുത്തെ ടീച്ചർമാർ. ഇതൊക്കെ എന്തായാലും ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ്. 2 കുട്ടികൾ തമ്മിൽ അടി കൂടുമ്പോൾ 2ആളെയും പിടിച്ചു മാറ്റി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊടുത്ത് പറഞ്ഞയക്കുന്നതിന് പകരം അടിച്ചാൽ തിരിച്ചടിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര ഗുരുതരമായ സംഭവമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും തരക്കേടില്ല, ബാക്കി കേട്ടോക്കാം. രണ്ടാമത്തെ കാര്യം, എണീറ്റ് നിർത്തി കൈ പൊക്കിയിട്ട് എണീറ്റ് നിർത്തിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും അവരവിടെ കൊടുക്കുന്നുണ്ട് എന്നൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പുടു ഇടയ്ക്ക് വന്നിട്ട് കാല് ഭയങ്കര വേദന എടുക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ നിർത്തിയിട്ടാണ് എഴുതിക്കുന്നത്, കുറെ നേരം നിന്നിട്ട് എഴുതുന്നത്. ഞാനത് വലിയ കാര്യമായിട്ടാണ് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സ്ലോ ആണ് എഴുതാൻ. പക്ഷെ അത് കാരണം ഒരു 2ഓ 3ഓ ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണിഷ്മെന്റുകളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് നമുക്ക് വിചാരിക്കാം. ഇത് ഈ LKG
LKG എന്ന് പറയുമ്പോൾ ഈ 4 വയസ്സുള്ള പിള്ളേരെല്ലാം പക്ഷെ അവർ പറയുമ്പോൾ അവർ പണിഷ്മെന്റ് ആയിട്ടല്ല പറയുന്നത്. അപ്പൊ ഞാനായാലും അവർ പറയുമ്പോൾ ഞാൻ വലിയ ഞാൻ കാര്യമാക്കും. കാരണം എനിക്ക് ഞാൻ പറയാലോ, ഈ 4 വയസ്സായ കുട്ടികളെ പിന്നെ IAS പാലയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനോ അല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കുട്ടിക്ക് ഒരു ബേസ് സെറ്റാണ്, ABCD 1 2 3 4 എല്ലാം പറയാൻ പറ്റും. ആ 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് സെറ്റപ്പായി പോവാം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ കൊണ്ടാണ് അവിടെ ചേർത്തിട്ടുള്ളത്. അല്ലാണ്ട് വേറൊന്നുമല്ല. നിങ്ങളവിടെ ഈ നിർത്തിക്കലും കൈവന്നിച്ച് നിർത്തിക്കലും പണിഷ്മെന്റും ഈ പിഞ്ചു മക്കളാ. ഇതൊക്കെ അന്വേഷണം വരണം. ഇതൊക്കെ അന്വേഷണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് മക്കൾക്കും പല കാര്യങ്ങളും ആ സ്കൂളിനെ കുറിച്ച് പറയാനുണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം. ചില കുട്ടികൾ പറയുന്നില്ല എന്ന് വെച്ചാൽ പേടിച്ചിട്ട്. കാരണം ശരിയാണ്, LKG പഠിക്കുന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോ ആകെ 4 വയസ്സെങ്ങാനും പ്രായം ഉണ്ടാവുള്ളൂ അല്ലെ. എത്ര ചെറിയ കുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രായത്തിൽ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പഠിപ്പല്ല, മറ്റു കുട്ടികളുമായി ഇടപഴകി സോഷ്യൽ സ്കില്ല് വളർത്തുക, കളിക്കുക. ഇതിനൊക്കെയാണ് LKG UKG കുട്ടികൾ വിടുന്നത്. ആ കുട്ടികളെ പഠിക്കാത്തതിന്റെ പേരിലും ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിലും ഒക്കെ എണീപ്പിച്ച് നിർത്തുന്നത്, അതുപോലെ തന്നെ മറ്റ് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നൊക്കെ എന്താ കഥ. SLCക്ക് പോലും ടീച്ചർമാർ ഇത്ര സ്ട്രിക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ LKG പഠിക്കുന്ന കുട്ടിയെ വിദ്യാർത്ഥിയായിട്ടല്ല, മറിച്ച് സ്വന്തം മക്കളായിട്ട് വേണം അധ്യാപകർ നോക്കി കാണാൻ. ഇതിപ്പോ ചെറിയ കുട്ടികളെ പിടിച്ചിരുത്തി ടോർച്ചർ ചെയ്യുന്ന പരിപാടികളാണ് നടക്കുന്നത്. ബാക്കി കേട്ടോക്കാം. നമുക്ക് ഇവിടെ അമ്പൂടിന് പേടി വന്നു തോന്നിയത് ഇപ്പോൾ സെക്കൻഡ് ടൈം തുടങ്ങിയതിന് ശേഷം വെച്ചാൽ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, ഒരു ടിഫിൻ ബോക്സിന്റെ ഇൻസിഡന്റും പിന്നെ അതേപോലെ തന്നെ മോനൊരു ദിവസം വീണിട്ട് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ചിലപ്പോൾ ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിട്ട് അവനെ സ്കൂളിൽ നിന്ന് ചീത്ത പറയുന്ന പേടിച്ചിട്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ പാരന്റ് അത് ക്വസ്റ്റ്യൻ ചെയ്തതിനെ വെച്ചിട്ട് കുട്ടീനെ അവിടുന്ന് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ സംശയങ്ങളാണ്. കാരണം ആസ് എ പാരന്റ്സ് നമുക്ക് വോയിസ് റൈസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്. അതെ, അത്രേ ഉള്ളൂ. നമ്മളെ കുട്ടികൾ ഒരു സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാനും അന്വേഷിക്കാനും പ്രതികരിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും മാതാപിതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ എന്തായാലും അതിൽ ഇടപെടുക തന്നെ വേണം. അധ്യാപകരല്ലേ, തല്ലിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്റെ മക്കള് നന്നാവാൻ വേണ്ടിയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. പക്ഷെ ഇത്ര ചെറിയ കുട്ടികളൊക്കെ പണിഷ്മെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന കളിയാക്കുന്ന അധ്യാപകരെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഇൻസൾട്ട് ആണ് മോനൂസ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ സിനിമയിൽ ഡയലോഗ് അടിക്കാൻ കൊള്ളാം. നേരിൽ അനുഭവിക്കുമ്പോഴേ അതിന്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ചില ട്രോമകളൊന്നും എത്ര കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നും പോകില്ല. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ തന്നെ നിർണായക സ്വാധീനം ചെലുത്താൻ ഇത്തരം ട്രോമകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ബാക്കി കേട്ടോക്കാം. നിങ്ങൾ ഒരു സൈഡിലേ പറയുന്നു ഒന്നും അറിയാത്തൊരു പൊട്ടനാണ് ഈ കുട്ടിന്ന്. നിങ്ങൾ ഞാനും 100% ഇട്ടിട്ടും അവർ 100% ഇട്ടിട്ടും ഞാനൊരു ഇതിപ്പോ എന്താണ്? അപ്പൊ ഞാൻ വിശ്വസിക്കാൻ എന്തറിയോ, ഈ മാർക്ക് ഞാൻ എടുത്ത എഫേർട്ടാണ്. അപ്പൊ ഇത് ഞാൻ ഒരു എക്സാമിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ തറാവായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് കിട്ടിയ മാർക്കാണ് അത്. അതെ, അപ്പൊ ഇതെല്ലാം ഇതിപ്പോ ഓക്കെ, ഇവര് ബാക്കിയെല്ലാം ഓക്കെ, കോൺവെർസേഷൻ സ്കില്ലിൽ B ആണ് ചിലപ്പോ ആയിരിക്കാം. എന്താ വെച്ചാൽ കാരണം റൈറ്റിംഗ് സ്കില്ലിൽ A+ അക്ഷരം വളരെ നീറ്റ്നെസ് ഇല്ല. പിന്നെ C ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലെല്ലാം ഞാൻ ഇപ്പോഴും പറയാം, ഇതിലെല്ലാം D+ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം ഞങ്ങള് 4 വയസ്സുള്ള ഒരു കുട്ടിയാണത്. നമ്മൾ ഈ അംഗൻവാടിക്ക് വിടുന്നതിന് പകരം അവിടെ വിടുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോഴും ഈ ഫനീത മാമിന്റെ അറിവിലേക്കാണ് പറയുന്നത്. നിങ്ങൾ അവിടത്തേക്ക് വിടുന്ന ഈ കുഞ്ഞുമക്കളെ എല്ലാവരും നിങ്ങൾ നാളെ ഡോക്ടറും എഞ്ചിനീയറും പിന്നെ പൈലറ്റും ആക്കാൻ വേണ്ടിയല്ല വിടുന്നത്. അംഗനവാടിക്ക് വിടുന്നത് പോലെ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പണിഷ്മെന്റ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിച്ച് പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾ നിങ്ങൾക്ക് നാണക്കെടിനെ ഒപ്പം ഇരിക്കുന്ന കുട്ടീനെയും പിന്നെ വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് മോശമാണ്. ആ കുട്ടീനെയും വളരെ മോശമായിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തായാലും പാരന്റ്സിന്റെ ഒക്കെ വോയിസ് റെക്കോർഡ് നമ്മളെ കയ്യിലുണ്ട്, അവിടെ നിങ്ങൾ പേടിക്കണ്ട. എന്ത് തന്നെ ആയാലും എഗൈൻ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കുട്ടീനെ മാനസികമായിട്ട് പിന്നെ ടോർച്ചർ ചെയ്തതിനും പിന്നെ ഈ പറയുന്നത് പോലെയുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും പെരുമാറിയതിനും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കൊള്ളാം. LKG പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയെ വിളിച്ച് നിങ്ങളുടെ കുട്ടിക്ക് തീരെ പഠിക്കാൻ കഴിവില്ലെന്ന് പറയുന്നു, കുട്ടികൾക്ക് അനാവശ്യമായ ശിക്ഷകൾ നൽകുന്നു, ഒരു കുട്ടിയെ കൊണ്ട് മറ്റേ കുട്ടിയെ അടുപ്പിക്കുന്നു. എന്തെല്ലാം കലാപരിപാടികളാണല്ലേ നടക്കുന്നത്. എന്തായാലും ഹെലനും ഹെലന്റെ ചേച്ചിക്കും മാത്രമല്ല വേറെ ഒരുപാട് പാരന്റ്സിനും ഈ സ്കൂളിനെതിരെ പരാതി ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. തെളിവുകളെല്ലാം ഹെലന്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഹെലൻ പറയുന്നത് അല്ലേ. എന്തായാലും ഈ സ്കൂൾ എക്സ്പോസ് ചെയ്യപ്പെടണം. അവിടുത്തെ അധ്യാപകർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവുക തന്നെ വേണം. ഈ കുഞ്ഞു മക്കളുടെ ജീവിതം വെച്ച് പന്താടുന്ന ഒരാളെയും വെറുതെ വിടരുത്. തന്റെ ഈഗോയും ഫ്രസ്ട്രേഷനും ഒക്കെ കുട്ടികളുടെ മേലെ തീർക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ ഒരു പാഠമാകട്ടെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.